കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവപാദപീഠത്തിൽ കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം നമുക്ക് തുടർച്ചയായിട്ട് പഠിക്കുവാൻ ദൈവം നൽകുന്ന അവസരത്തിനായി കർത്താവിന് നന്ദി കരേറ്റുന്നു. കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വന്ദനം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. Let us all turn our attention to Epistle of Romans chapter 6. Today we are going to meditate upon verses 6 to 11. അതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. Verses 6 to 11. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല, മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വം ഇല്ല എന്ന് നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. Praise the Lord. In chapter 6 of Romans, we have seen last week, Paul is beginning to write about the next step of Christian life, which is sanctification. Until the last verse of 5th chapter, Paul was expounding justification by faith. On the basis of that, and as soon as he mentions it is by grace and by faith alone, no amount of our works count. And then the natural question comes, if it is all grace, it doesn't matter the way we live. 5ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ പൗലോസ് പറഞ്ഞതാകുന്ന പ്രധാനപ്പെട്ട വിഷയം കൃപയാൽ വിശ്വാസത്താൽ മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ആ നീതീകരണത്തെക്കുറിച്ചായിരുന്നു. അങ്ങനെയെങ്കിൽ ആ നീതീകരണം എന്നുള്ളത് കൃപയാൽ വിശ്വാസത്താൽ സംഭവിക്കുന്നു. ഇൻഫാക്റ്റ് പൗലോസ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അത് വിശ്വാസത്താലും കൃപയാലും ആണെങ്കിൽ ന്യായമാകുന്ന ഒരു ചോദ്യം ഒരു പക്ഷേ പൗലോസ് തൻ്റെ യാത്രകളിൽ എൻകൗണ്ടർ ചെയ്ത യഥാർത്ഥത്തിലുള്ള ഒരു ചോദ്യമാണ്. കാരണം 3ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ സൂചന നമ്മൾ കാണുന്നുണ്ട്. കൃപ പാപം പെരുകിയെങ്കിൽ, കൃപയാൽ നമ്മൾ നീതീകരിക്കപ്പെട്ടെങ്കിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ, അങ്ങനെ ഒരിക്കൽ കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അത്ര കാര്യമാത്ര പ്രസക്തമാകുന്ന കാര്യമല്ല എന്നുള്ള ഒരു സൂചന പലരും നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്തയെയാണ് പൗലോസ് ഇവിടെ തുടർന്ന് അഡ്രസ്സ് ചെയ്യുന്നത്. സോ chapter 6 in our Bible, although in the original epistle there was no chapter or verses division, according to our New Testament, chapter 6 is written because of what he has written in chapter 5, wherein he said, where sin increased, grace increased all the more. And last week we referred to that verse, chapter 3 and verse 8. Somebody can read 3:8. നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. So this is the background. നല്ലത്
സൗണ്ടിൻ്റെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? നല്ലത് വരേണ്ടതിന് അല്ല, ഓക്കെ, ഞാൻ ഈ സൗണ്ട് എക്കോ എന്തോ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, നല്ലത് വരേണ്ടതിന് തീയത് ചെയ്യുക എന്ന് പറയരുതോ? ഞങ്ങൾ അങ്ങനെ പറയുന്നു എന്ന് ചിലർ ഞങ്ങളെ ദുഷിച്ചു പറയുന്നുവല്ലോ. അതാണ്. അപ്പോൾ പൗലോസിൻ്റെ വിശ്വാസത്താൽ കൃപയാലുള്ള ആ നീതീകരണത്തെക്കുറിച്ചുള്ള ഉപദേശം ചിലരതിനെ തെറ്റായിട്ട് ധരിച്ചു. ആ തെറ്റായ ധാരണ താൻ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധീകരണത്തെക്കുറിച്ച് പൗലോസ് തുടർന്ന് എഴുതുന്നത്. സോ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് എ മിസ്അണ്ടർസ്റ്റാൻഡിങ് on the hearers of Paul, because Paul was an itinerant evangelist. He went around preaching the gospel of the grace of God and establishing churches. And he happened to encounter many Jewish people who were coming into the fold of Christian church. And one pertinent question they must have raised as Paul preached the gospel of the grace: what about the law, Paul? So that is the question. Since you advocate it is not by the works of the law, no amount of human merit earns salvation, then it doesn't matter, since God justifies all of us freely by grace, and it takes only faith. If that is the case, they said, it doesn't matter if a person is born again, how he lives, it doesn't matter. So that is the thesis on which Paul writes chapter 6. ഇതാണ് 6-ാമത്തെ അധ്യായം എഴുതാനുള്ള കാര്യം. കൃപയാലും വിശ്വാസത്താലുമാണ്, നമ്മുടെ പ്രവൃത്തിയാലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ വീണ്ടും ജനിച്ച ഒരാളുടെ ജീവിതത്തിലെ പ്രവൃത്തികളോ ആ വ്യക്തി എങ്ങനെ ജീവിക്കുന്നോ ഇതൊന്നും വിഷയമല്ലല്ലോ. മാത്രമല്ല, നീ ഇപ്പോൾ പറഞ്ഞു കൃപ പെരുകേണ്ടതിന് പാപം പെരുകിയെടുത്ത് കൃപ പെരുകിയല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൻ്റെ കൊറോലറിയായിട്ട് വരുന്നത്, അപ്പം കൃപ കൂടുതൽ കിട്ടണമെങ്കിൽ കൂടുതൽ പാപം ചെയ്താൽ പോരെ? അതിൻ്റെ ഉത്തരമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ, ഞാൻ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കുക. അത് എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്തവർക്കും അത് ആവർത്തിച്ച് കേട്ടവർക്കും അത് ബോറാന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ പ്രവേശിക്കുന്ന വിഷയം ഇതിനൊരു ബേസ് വീണ്ടും വിട്ടില്ലെങ്കിൽ നമുക്ക് ആ കണക്ഷൻ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഒന്നാമതായിട്ട് അതിൻ്റെ 1 മുതൽ 14 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് പൗലോസ് പറഞ്ഞതാകുന്ന വിഷയം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് പൗലോസ് നൽകുന്നത്. അതിതാണ്: കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ഒരു നാളും അരുത്. നോട്ട് അറ്റ് ഓൾ. അപ്പോൾ ഒരിക്കലും അത് പാടില്ല. എന്നിട്ട് എന്തുകൊണ്ട് പാടില്ല? എന്തുകൊണ്ട്? വൈ? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. അതിൻ്റെ 1-ാമത്തെ റീസൺ പോൾ പറയുന്നു. The number 1 reason why a born again child of God cannot go on sinning. Number 1, don't you know, or we all are, all children of God, they died to sin. പാപസംബന്ധമായി മരിച്ചു. പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ ദൈവവചനപ്രകാരം ചിന്തിച്ചതാണ്. സോ number 1 reason Paul gives why
a child of God cannot continue in sin. We died to sin. That is number one. Secondly, we are baptized into Christ's death. We died to sin. We are baptized into Christ's death. And Paul is telling them, if somebody thinks that he can go on sinning, Paul points to the baptism, and he points to the importance, the significance of baptism. Don't you know what baptism really meant? Baptism meant that you died with Christ, buried with Christ, and now resurrected with Christ. In other words, you are united to Christ. Paul uses the language, a very dynamic language. He writes as though the rite of baptism itself joins a believer to Christ. But we know Paul never ever means that. അപ്പോൾ രണ്ടാമത്തെ വിഷയം പൗലോസ് പറയുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരാൻ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതാ രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അത് തന്നെ, അങ്ങനെ മരണത്തിൽ പങ്കാളികളായി തീർന്നെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിക്കും. അപ്പോൾ കർത്താവ് ക്രിസ്തു മരിച്ചു, ഇപ്പോൾ പിതാവിന് വേണ്ടി പിതാവിൻ്റെ മഹിമയിൽ, ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സോ പോൾ പറയുന്നത്, വീണ്ടും ജന്മമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായിട്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നമ്മൾ മരിച്ചു, തീർന്നു, അവിടെ നമ്മൾ ഫിനിഷായി. ക്രിസ്തു മരിച്ചിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക്, ജീവനിലേക്ക് വന്നതുപോലെ തന്നെ ക്രിസ്തുവിലായൊരു ദൈവ പൈതൽ ആ പുതുജീവിതം ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഓക്കെ, ആ കാര്യം പൗലോസ് അതിൻ്റെ കാരണമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിലാണ്. അത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. ഇന്ന് നമ്മൾ ആ വിഷയത്തെക്കുറിച്ചാണ് മറ്റൊരു വേദഭാഗം കൂടെ ചേർത്ത് ചിന്തിപ്പാനായിട്ട് നമ്മൾ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ, വേഴ്സസ് 6 and 7, Paul writes, "We know that our old self was crucified with him in order that the body of sin might be brought to nothing, so that we would no longer be enslaved to sin." So this is the reason. What is God's purpose? When you died to sin, in other words, when God saved you through the death of Jesus Christ, when you were found in him, in his cross, when Christ died, what is God's purpose of putting you in Christ, completely united to him in his death? What is God's purpose? Paul says, in relation to sanctification, the end purpose of putting us in Jesus Christ when he died on the cross, Paul says, so that we would no longer be enslaved to sin. So God's purpose in justifying a sinner was not to justify a sinner and leave him for his own sinful pleasure. But when God justifies a sinner,
God's purpose was that we would no longer be enslaved to sin. അപ്പോൾ നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതിരിക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിനൊപ്പം നാം ക്രൂശിൽ മരിച്ചപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം. ഓക്കെ, അങ്ങനെ പാപത്തിന് അടിമപ്പെടാതെ വണ്ണം. രണ്ടാമത്തെ വിഷയം, പാപത്തിന് അടിമപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ എൻഡ് പർപ്പസ്. പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നാം എന്താണ് അറിയുന്നത്? പൗലോസ് പറയുന്നു, നമ്മുടെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതിൻ്റെ അർത്ഥം പാപസംബന്ധമായി മരിച്ചു എന്ന് തന്നെയാണ്. എന്താണത്? നമ്മുടെ പഴയ മനുഷ്യൻ ആരാ? ഹു ഈസ് ദ ഓൾഡ് മാൻ? നൗ വി ആർ ന്യൂ മാൻ because we are in Christ. The old man is what or who we were in Adam. നമ്മൾ ആദാമിൽ ആരായിരുന്നോ എന്തായിരുന്നോ അതാണ് പഴയ മനുഷ്യൻ. ആ പഴയ മനുഷ്യൻ ക്രിസ്തുവുമായിട്ടുള്ള ആ യൂണിയനിലേക്ക് വന്നപ്പോൾ പാപസംബന്ധമായിട്ട് മരിച്ചപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പാപ ശരീരത്തിന് നീക്കം വരണം. ബോഡി ഓഫ് സിൻ. വാട്ട് ഡസ് പോൾ മീൻ by body of sin? I explained last week, he doesn't mean our flesh and blood. Bible never calls this body as the body of sin. But the meaning is our lower nature, our sinful nature. Paul calls as the body of sin. Maybe he means the lower nature is expressed, or the works are expressed in this body. So this body, although it is weakened by sin, this cannot be called as the body of sin. Flesh and blood are not sinful in and of itself. Okay? നമ്മുടെ ഈ ശരീരം, ഈ ശരീരമോ ഈ ശരീരത്തിൻ്റെ താല്പര്യങ്ങളോ അതിൽ തന്നെ പാപമല്ല. എന്നാൽ ശരീരത്തിൻ്റെ താല്പര്യങ്ങളെ നമ്മുടെ നമ്മുടെ ജഡമെന്ന് വിളിക്കുന്ന ആ ഘടകം നമ്മുടെ ശരീരത്തെ ഉപയോഗിക്കും. നമ്മളതിപ്പം in a moment's time we are going to see that. So Paul, when he says body of sin, he clearly means it is not this flesh and blood, but our sinful nature is expressed through the members of our body. That is the meaning. നമ്മുടെ ആ പാപ സ്വഭാവം, പ്രകൃതം, അത് നമ്മുടെ ശരീര അവയവങ്ങളിൽ കൂടെയാണ് പ്രതിഫലിക്കപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, വിശപ്പ് ബോഡിയുടെ ഒരു നീഡ. ഹങ്കർ that is not in and of itself sinful, but gluttony is sinful. ഓക്കെ, അതായത് വിശപ്പെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ്. എന്നാൽ അതിന് ഭക്ഷണം കഴിക്കുന്നത് എന്തല്ല? പാപമല്ല. എന്നാൽ അതിഭക്ഷണം എന്താ? പാപമാണ്. അതിഭക്ഷണം പാപമാണെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്.
അതുപോലെ you can relate to that many things. I don't need to be explicit about that. You can relate many other things. Bodily എന്താ പറയുന്നേ, bodily needs can be turned into sinful things by our sinful nature. For example, our words are such a gift from God. അല്ലേ? സംസാരിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. Only man who is created in the image of God is given the ability to talk. When I say ability to talk, you may think the parrot or many other birds, they also speak, but they don't speak. They only mimic what they hear. That is not speech. Okay? മനുഷ്യന് മാത്രമാണ്, ഞാൻ ഉദാഹരണം പറയുക, സംസാരിക്കാനുള്ള കഴിവ്. നമ്മുടെ നാവ് ഉപയോഗിക്കാൻ, സംസാരിപ്പാൻ, ഭാഷ ഉപയോഗിപ്പാൻ ഉള്ള കഴിവ് സൃഷ്ടിയിൽ മനുഷ്യന് മാത്രമേ ഉള്ളൂ. മൃഗങ്ങൾക്കില്ല, പക്ഷികൾക്കില്ല. പക്ഷികൾക്കുണ്ടെന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിക്കും, തത്തയും അങ്ങനെയുള്ള കിളികളുണ്ടല്ലോ. പക്ഷെ അതൊന്നും സംസാരിക്കുകയല്ല, അതും ശബ്ദം അനുകരിക്കുന്നതേ ഉള്ളൂ. അപ്പം അത് രണ്ടും രണ്ടാ. ഓക്കെ, അപ്പം ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ബ്ലെസ്സിങ് ആണ് സംസാരം. പക്ഷേ വചനം അന്നേരം എന്താ പറയുന്നത്? കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, ബാക്കി പറയാം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നിങ്ങളുടെ ആ വേഴ്സ് ഒന്ന് വായിക്കാം. എഫെസ്യ ലേഖനത്തിൽ ആകാത്ത വാക്കൊന്നും നിങ്ങളുടെ വായിൽ നിന്ന്. ഓക്കെ, പിന്നെ പറയുന്നു. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു റോങ്ങായിട്ടുള്ളൊരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അതിൽ തന്നെ തെറ്റല്ല. പക്ഷെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് നമ്മുടെ ആ പാപപ്രകൃതത്താൽ കൺട്രോൾ ചെയ്യപ്പെടുമ്പോൾ അതെന്താണ്? പാപം. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നാവിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടാണ് യാക്കോബ് പറയുന്നത്. സോ പൗലോസ് പറയുന്നത് എന്താ? എന്തുകൊണ്ട് കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്. റീസൺ അപ്പോൾ പറയുക, ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളെക്കുറിച്ച്, നമ്മൾ പാപത്തിന് അടിമപ്പെടരുതെന്നാ ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ പാപത്തിന് അടിമപ്പെടാതെ ഇരിക്കേണ്ടതിന് ഒന്നാമത് ദൈവം ചെയ്തത്, ക്രിസ്തുവിനോട് നമ്മളെ ചേർത്തപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ അവിടെ ക്രൂശിച്ചു. ആ ക്രൂശിച്ചപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫേസ് എന്താ? പാപശരീരത്തിന് നീക്കം വരിക. സോ God in Christ justified a believer. In other words, we were crucified with Christ. That is justification. And in fact, in the olden time, in England, in the Victorian era, in the olden time, when a prisoner who is on death row was executed, for example, John Brown is going to be executed on 23rd December 1820, in the year of our Lord. There will be a declaration, number one. Then, when that happens on that morning, there will be a notice outside of the place of execution. John Brown was justified
on such and such date in the year of our Lord, he is justified. What does it mean? He is finished. He is killed. അതായത് ഈ ഒരു വാക്ക് നീതീകരിക്കുക എന്ന വാക്ക് പഴയ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് കുറ്റവാളികളെ കൊല്ലാനൊക്കെ വിധിച്ചവരെ അവരെ ജഡ്ജി വിധിച്ച് അവരെ ആ ദിവസം വന്നു അവരെ കൊന്നു എന്ന് പറയുമ്പോൾ അന്ന് രാവിലെ ഈ സംഭവം കഴിയുമ്പോൾ പുറത്തൊരു നോട്ടീസ്, ജയിലിൻ്റെയോ ആ സ്ഥലത്തിൻ്റെ പുറത്തൊരു നോട്ടീസ് വരും, ഇന്നയാൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു നിയമം ആ വ്യക്തിക്കെതിരായിട്ട് നിൽക്കുക, ആ നിയമത്തിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുമ്പോഴാണ് നീതീകരണം സംഭവിക്കുന്നത്. ഒന്നുകൂടെ പറയാം. Let me make it very clear. See, what does the word justified means? It means if I commit a crime, for example, if I steal somebody and the judge orders that I should pay back twofold and I should also give a fine, okay? That is the punishment. So what happens? I pay back 2 times and then I submit a fine. Then the judge says justified. The law which demanded justice was satisfied. Okay? ഏത് നിയമം കുറ്റം ചെയ്ത എനിക്കെതിരായി നിന്നോ ആ നിയമം തൃപ്തമാക്കപ്പെട്ടു ഞാൻ ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അത് just apply that scenario to a crime which demands capital punishment. ഇതേ കുറ്റം, ഒരു കുറ്റവാളി പിടിക്കപ്പെട്ടയാൾ, അദ്ദേഹത്തെ ജയിലിലിട്ടു, നിയമം അയാൾക്കെതിരാ, പക്ഷെങ്കിൽ ചെയ്ത കുറ്റം ഭയങ്കര ഹീനമാണ്. ആ ലോ അനുസരിച്ച് അയാൾ മരിക്കണം. മരിക്കേണ്ടയാൾ മുമ്പേ പറഞ്ഞ പോലെ 2 ഇരട്ടി പൈസ കൊടുത്താലൊന്നും കാര്യം നടക്കുകയില്ല. നിയമത്തിൻ്റെ നീതി നിവർത്തിക്കപ്പെടണമെങ്കിൽ മരിക്കേണ്ടയാൾ മരിച്ചേ പറ്റൂ. അങ്ങനെ മരിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? നീതീകരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നിയമം ഡിമാൻഡ് ചെയ്ത നീതി തൃപ്തമാകുകയാണ്. നമ്മുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. നിയമം ഡിമാൻഡ് ചെയ്തു, എന്താണ്? പാപത്തിൻ്റെ ശമ്പളം മരണം, മരിച്ചേ പറ്റൂ. പക്ഷേ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരണം ഏത് മരണമാണെന്നറിയാമോ? പിന്നെ തിരിച്ചു വരാത്ത മരണമാണ്. അതാ പാപത്തിൻ്റെ ശമ്പളം. So in the Bible clearly says the wages of sin is death. And that law cannot be broken. And if we are to undergo that punishment, then there is no hope. We are finished. So God in His mercy did something marvelous in Jesus Christ. Jesus paid it all on the cross. And it was God's great mercy that He placed us in union with Christ. When Christ died, I died too. We are justified. Okay? അവിടെ ഇതാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അപ്പം ക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും, ക്രിസ്തുവുമായിട്ടുള്ള ഏകീകരണത്തിൽ എന്നെയും നിങ്ങളെയും ക്രിസ്തുവിലാക്കിയപ്പോൾ ആ നിയമം തൃപ്തമാക്കപ്പെട്ടു, നീതീകരിക്കപ്പെട്ടു. അതാണ് പൗലോസോട് പറയുന്നത്. നമ്മുടെ പഴയ മനുഷ്യൻ, ഓൾഡ് മാൻ, അതിൻ്റെ ലക്ഷ്യം പാപശരീരം. ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞ ആ പ്രവണതകൾ ഉള്ള ഈ പാപശരീരത്തിന് നീക്കം വരണം.
നീക്കം വരിക എന്ന് പറഞ്ഞാൽ എന്നാ? That it may be done away with. What does it mean? Last week we read Hebrews 2:14. Hebrews 2:14. 2:14. എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ he might destroy him who had the power of death. മരണത്തിന്റെ ഇതേ വാക്ക് അവിടെ ഉപയോഗിച്ചേക്കുന്നത് റോമാലേഖനത്തിൽ. പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് അതേ വാക്കാണ് എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചേക്കുന്നത്. തൻ്റെ മരണത്താൽ നീക്കി. he might destroy. What does it mean? Destroy means, it doesn't mean devil is annihilated, he is finished. No, he is rendered powerless. His power was broken. His power on us was broken. That is the meaning. So in the same way, you apply that same meaning to this passage, then you understand, so that the body, the body of sin might be brought to nothing. In other words, when you are in Christ, previously you had no other freedom, only to obey the desires of the master, the devil, and the sinful nature. Okay? നേരത്തെ നമ്മൾ എൻസ്ലൈവ്ഡ് ആയിരുന്നു. പാപത്തിന് എൻസ്ലൈവ്ഡ് ആയിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു. നമുക്ക് വേറെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതാണ് 7-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മരിച്ചവൻ എന്ത് പറ്റി? മോചനം പ്രാപിച്ചു. മോചനം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ ഇനി അവന് പാപം ചെയ്യാൻ ഒക്കത്തില്ലെന്നല്ല പറഞ്ഞേ. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിയെന്ന് പറഞ്ഞപ്പോൾ പിശാചിനെ നശിപ്പിച്ചില്ലാതാക്കിയെന്നല്ല അർത്ഥമെന്ന് നമുക്കറിയാം. അതുപോലെ പാപശരീരത്തിന് നീക്കം വന്നപ്പോൾ, നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു, പാപശരീരത്തിന് നീക്കം വന്നെന്ന് പറഞ്ഞാൽ അതുവരെ നമ്മൾ ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസൃതമായത് ചെയ്ത് പിശാചിൻ്റെ അടിമത്വത്തിലുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം ലോകമനുഷ്യർക്ക് മൊറാലിറ്റി ഇല്ലെന്നല്ല. അവർക്കൊരു മൊറാലിറ്റി ഉണ്ട്, അവർക്കൊരു മനസാക്ഷിയുണ്ട്. ഇതെല്ലാം ലോകമനുഷ്യർക്കുണ്ട്. പക്ഷേ പാപബോധമില്ലായിരുന്നു. കുറ്റബോധമുണ്ടാകും രക്ഷിക്കപ്പെടാത്തവർക്കും, എന്നാൽ പാപബോധം ഉണ്ടാകത്തില്ല. ഇത് രണ്ടും രണ്ടാ. കുറ്റബോധം വേറെ, പാപബോധം വേറെ. ഓക്കെ. The guilt of sin is different, and being convicted of sin is different. Conviction of sin happens to a born again child of God, because that body of sin, his sinful nature, is weakened now. He is no longer obeying the desires of sin and Satan. Previously he used to obey completely because he was a slave. Now what happened as a result of being put in Christ, being united to Christ, when the Son sets you free, you are free indeed, Jesus said. So we are now free, and we can either choose to obey him or obey our sinful nature's desires. Now we have true freedom in Christ. Okay? അതുകൊണ്ടാണ് നേരത്തെ നമുക്ക് ആ ഫ്രീഡം ഇല്ലായിരുന്നു. നമ്മൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ കാലഗതികൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിച്ചിരുന്നവരാ, അല്ലേ? എഫേഷ്യൻസ് ചാപ്റ്റർ 2 verse 2 onwards ഒന്ന് വായിച്ചേ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും
അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. See, we obeyed him because there was no option for us. We were enslaved to sin. No option. Because we were obeying him what he dictates, what our sinful nature dictates. We had no choice. But when Christ set us free, we now have freedom either to obey him or obey Jesus. So we are, that's what Jesus said, when the Son sets you free, you are free indeed. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. ഇപ്പം നമ്മൾ സ്വതന്ത്രരായി. ഇപ്പം നമ്മൾ സ്വതന്ത്രരായതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഇനിയും നമ്മൾ പാപത്തിനല്ല കടക്കാരായിരിക്കുന്നത്, അതിനനുസരിക്കാൻ. ഓക്കെ, വി ആർ നോട്ട് obliged to obey sin because we are not obliged to that master anymore. We are obliged or we are obligated to obey Jesus. We are in freedom. And therefore Paul says, submit yourselves. Let not sin. Therefore, so you must consider yourselves dead to sin and alive to God in Christ Jesus. So this verse leads me to a parallel passage which is very important. Okay? So there is the crucifixion of justification, and there is another crucifixion, not crucifixion, but crucifixion. There is another crucifixion, which is the crucifixion of sanctification or holiness. Okay, let's read that passage and quickly go through that passage. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഹൂ ഓർ വാട്ട് വി വെർ ഇൻ ആഡം, നമ്മൾ ആദാമിൽ ആരായിരുന്നോ അത് ക്രിസ്തുവിൽ കൂടെ ക്രൂശിക്കപ്പെട്ടു. ഓക്കെ, അത് ദൈവം ചെയ്ത കാര്യമാണ്, നമ്മൾ ചെയ്തതല്ല. ഓക്കെ, നീതീകരണം ആര് ചെയ്തതല്ല? നമ്മൾ ചെയ്തതല്ല, ദൈവം ചെയ്തത്. ഓക്കെ, അങ്ങനെയെങ്കിൽ വിശുദ്ധീകരണം എങ്ങനെ സംഭവിക്കും? അതിൽ നമുക്ക് പങ്കുണ്ടോ? Okay, as far as our justification is concerned, it was completely God's work. He justified us. He put us in Christ. We were crucified. Our old man was crucified with Christ. Now comes sanctification. Do we have any part in sanctification? Let us see what the Bible says. നമ്മൾ വേദപുസ്തകത്തിലേക്ക് നോക്കാം. ഗലാത്യലേഖനം അതിൻ്റെ 5-ാം അധ്യായം 24-ാം വാക്യം. Galatians chapter 5 and verse 24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. Okay, so there is a difference between the crucifixion of Romans chapter 6 verse 6 and the crucifixion of Galatians chapter 5 verse 24. ഗലാത്യർ 5:24 ക്രൂസിഫിക്ഷൻ അല്ലെങ്കിൽ ക്രൂശീകരണം എന്നുള്ളതും റോമാലേഖനം 6:6 ക്രൂശീകരണവും രണ്ടും രണ്ടാണ്. റോമാലേഖനം 6:6 ക്രൂശീകരണം നീതീകരണത്തിൻ്റെ ക്രൂശീകരണമാണ്. ആ ക്രൂശീകരണം അടുത്ത ഒരു ക്രൂശീകരണത്തിൻ്റെ, സോ ഇൻ Romans 6 it is the crucifixion of justification, and that crucifixion is in view to another crucifixion which we read in Galatians chapter
5 verse 24. There we read, those who are Christ have crucified. So who does the crucifixion? ആരാ ഇവിടെ ക്രൂശിക്കുന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരാ ഇവിടെ ക്രൂശിക്കുന്നേ? ക്രിസ്തുയേശുവിനുള്ളവർ. ക്രിസ്തുയേശുവിന് ഉള്ളവർ. ക്രിസ്തുയേശുവിനുള്ളവരാണ് നമ്മൾ. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുയേശുവിനുള്ളവരായത്? ക്രിസ്തുയേശുവിനുള്ളവരായത് ക്രിസ്തുവിനോടൊപ്പം ദൈവം നമ്മളെ ക്രൂശിലിട്ടത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തുയേശുവിനുള്ളവരായത്. നമ്മൾ വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിനോട് കൂടെ നമ്മളെ ക്രൂശിച്ചത് കൊണ്ടാണ്. നമ്മുടെ ആദാമിൽ നമ്മളായിരുന്ന നമ്മളെ, ആദാമിലുള്ള ആ പഴയ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ചു. ഇപ്പൊ പറയുക, പാപശരീരത്തിന് നീക്കം വരേണ്ടതിനായിരുന്നു നമ്മളെ എന്ത് ചെയ്തത്? ക്രൂശിച്ചത്. ഓക്കെ, പഴയ മനുഷ്യനെ ക്രൂശിച്ചതിൻ്റെ ലക്ഷ്യം എന്താ? പാപശരീരത്തിന് നീക്കം വരണം. അങ്ങനെ പാപശരീരത്തിന് നീക്കം വന്നേച്ച് നമ്മൾ ആ പാപത്തിന് ഒബേ ചെയ്യാതിരിക്കണം. ഇപ്പം നമുക്ക് ഒബേ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉപയോഗിച്ച അനാലജി മറക്കരുത്. Can a person who is married, can he or she live as though he or she is never married? It is possible. But as I used that analogy, but look at your marriage vows. Look at your, so to speak, wedding ring or whatever. Don't you realize that you have been married to this person? Then how can you live as though you are unmarried? മനസ്സിലായോ? മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. പൗലോസ് ചോദിക്കുന്ന അതാ. നിങ്ങൾ നോക്ക്, നിങ്ങളുടെ സ്നാനത്തെ നോക്ക്. ക്രിസ്തുവിൽ നിങ്ങൾ ആരായി തീർന്നു? ഇഫ് യു ആർ ട്രൂലി ഇൻഡീഡ് വീണ്ടും ജനിച്ചെങ്കിൽ നിങ്ങൾ ആരായി തീർന്നു എന്നുള്ളത് ചിന്തിക്കുക. എങ്ങനെയെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ? കാരണം ക്രിസ്തുവിനോടുകൂടെ നിങ്ങളെ ക്രൂശിച്ചതിൻ്റെ ഉദ്ദേശം ഈ പാപശരീരത്തിന് നീക്കം വരാനില്ല. അങ്ങനെ നീക്കം വരാൻ വേണ്ടി ദൈവം ചെയ്ത് അതാണ് നമ്മളിപ്പോൾ ഈ ഗലാത്യർ 5:24 തിരിച്ചു വരും. എന്നാൽ അതിൻ്റെ റോമർ 6:11 വായിച്ചേ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാട്ട് വി ഡു, we have to do something. Some people say we don't have to do anything. No. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതെല്ലാം ഫെയ്ത്തും കൃപയും ഇതിനകത്താ. അല്ലാതൊന്നും ഇത് പറ്റുന്ന കാര്യമല്ല. കൃപയാൽ വിശ്വാസത്താലേ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? Reckon yourselves to be dead indeed to sin, but alive to God in Christ Jesus. So we have to reckon, we have to consider, നമ്മളെ തന്നെ പാപസംബന്ധമായി മരിച്ചവരെന്ന് എണ്ണണം. ലെറ്റ് ദാറ്റ്, അത് പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാ? സി ദ ഫാക്ട് ഓഫ് യുവർ സെൽഫ് ഡെഡ് ടു സിൻ, നൗ ലെറ്റ് ഇറ്റ് transcend into your life as a reality. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരട്ടെ. അത് ഒരാത്മീക സത്യമായി നിലനിൽക്കുമ്പോൾ അത് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഇവിടെയാണ് വിശുദ്ധീകരണം സംഭവിക്കുന്നത്. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോൾ എന്നാ പറയുന്നത്? ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ. സോ ഹിയർ ആസ് ഫാർ ആസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ഗോസ്, പോൾ സേസ് we have to, or we have put our sin nature on the cross.
but that is not very easy thing to do. ഇതത്ര ഈസിയാകുന്ന കാര്യമല്ല. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? I don't hate to argue from analogies, but here the analogy is so powerful that we need to listen something. We need to learn something from that analogy. What is that? How can we put to death our sinful nature? തീർച്ചയായിട്ടും അത് എങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Let us borrow from Jesus himself. Mark's Gospel, chapter 8 and verse 34. Mark 8:34. പിന്നെ അവൻ പുരുഷാരത്തെയും തന്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. This image is very powerful, especially in the Greco-Roman world. This is so powerful. What does it mean? A convicted criminal who is condemned to death on the cross has to carry his or her own cross to the place of crucifixion. Okay? അതായത് ആ സമയത്ത് നമ്മുടെ കർത്താവ് ഈ വാക്ക് പറയുമ്പോൾ ഒരു വ്യക്തിയെ മരണത്തിന് വിധിച്ചാൽ, അതായത് ക്രൂശിച്ച് മരിക്കാനായിട്ട് വിധിച്ചാൽ, ആ വിധിക്കപ്പെട്ടയാള് അവൻ മരിക്കേണ്ട ക്രൂശ് ചുമന്നുകൊണ്ട് ആ ക്രൂശീകരണ സ്ഥലത്തേക്ക് പോകണം. അതാ നമ്മുടെ കർത്താവ് ചെയ്തത്. അതിൽ തന്നെ ആ ക്രൂശ് ചുമന്ന് പോകുന്നത് തന്നെ ഭയങ്കര എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഓൾറെഡി പകുതി ചത്തായി പോകുന്നത്. അതിനു മുമ്പേ ചിലർക്ക് സ്കോർജിങ് ചെയ്യും, അടി കൊടുക്കും. നമ്മുടെ കർത്താവിനെ അങ്ങനെ ചെയ്തു. ഉഴവുചാലുകൾ നീളത്തിൽ കീറുന്നതുപോലെ, ഇല്ലേ? അതുകൊണ്ടാണ്, because he was half dead concerning our Lord Jesus Christ himself. Think about his crucifixion first. When he was condemned, he was compelled to carry his own cross. And when he was no longer able to carry that because of his physical weariness, what they used to do, the Roman soldiers, they usually they call a Jew, come on, now carry this cross, or help him. So that day it happened to be Simon of Cyrene. അപ്പോൾ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന ആള് തൻ്റെ ക്രൂശ് ചുമന്ന് പോകണം. അതായിരുന്നു അന്നത്തെ നിയമം. അങ്ങനെ കർത്താവ് ക്രൂശ് ചുമന്ന് പോയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷേ കർത്താവ് അത്ര ബലഹീനനായിരുന്നതുകൊണ്ട് ഇവർക്ക് ഈ ക്രൂശ് ചുമന്ന് അങ്ങ് വരെ കർത്താവ് ചെല്ലുകയില്ല എന്ന് തോന്നി. കർത്താവ് അത്ര ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഈ കുറേനക്കാരനെ വിളിച്ചതിൻ്റെ കാര്യം എന്നാണെന്നറിയാം, കർത്താവിനോട് അലിവ് തോന്നിയിട്ടൊന്നുമല്ല. അവരെ ഫൈനൽ മോമെൻ്റ് വരെ അവർക്ക് ആ ഫണ്ണ് വേണം. മനസ്സിലായി? അത്ര ക്രൂരമായിരുന്നു ക്രൂസിഫിക്ഷൻ. അതായത് കർത്താവിനോട് മനസ്സലിഞ്ഞിട്ട് എന്നാൽ പാവം വേറൊരാൾ ക്രൂശ് ചുമക്കട്ടെ എന്ന് ഓർത്തിട്ടല്ല. പിന്നെയോ ഈ ക്രൂശും കൊണ്ട് അങ്ങ് ചെല്ലുകയില്ലെന്ന് അവർക്ക് തോന്നി. കാരണം അത്ര കർത്താവ് ക്ഷീണിതനായിരുന്നു. അപ്പോഴാ കുറേനക്കാരനെ വിളിച്ചു പറഞ്ഞു, ക്രൂശ് ചുമക്കാനായിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഇറ്റ് ഈസ് സോ പെയിൻഫുൾ and shameful to carry the cross sometimes
when we carry the cross, when we crucify our sinful nature to the cross, it is so painful. It is not so easy. It is not so easy to say sorry. It is not so easy to say, to admit your mistake. Not so easy. Because എൻ്റെ മിസ്റ്റേക്ക് ഞാൻ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നുമല്ല. എൻ്റെ ഈഗോയാ ഞാൻ റൈറ്റ് ആയിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറയാം, അയ്യോ തെറ്റിപ്പോയി. അതത്ര എളുപ്പമല്ല, അത് വേദന ഉണ്ടാക്കുന്നതാണ്. തിങ്ക് അബൌട്ട് ദ ക്രോസ്. അതാ പൗൽ ഇവിടെ പറയുന്നത്. ഇഫ് യു വാണ്ട് ടു ബി സാങ്ക്ടിഫൈഡ്, ക്രൂസിഫൈ. അത് പല കാര്യങ്ങൾ തുടർന്ന് പറയാനായിട്ടുണ്ട് ഈ ഒറ്റ വിഷയത്തെക്കുറിച്ച്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആസ് ഫാർ ആസ് അവർ സാങ്ക്ടിഫിക്കേഷൻ ഈസ് കൺസേൺഡ്, ദർ ഈസ് അനദർ ക്രൂസിഫിക്ഷൻ that has to take place. Sometimes it is very painful. Okay? And Jesus said, we must take our cross and walk with it. And we have to walk all the way to the place of crucifixion, to the execution point. That's what Jesus said. Okay? അതാണ് യേശു പറഞ്ഞത്. തൻ്റെ ക്രൂശ് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. അപ്പം അവിടെയാണ് കർത്താവിൻ്റെ, നമ്മുടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മുടെ കണ്ണെല്ലാം തുറന്നേച്ച് കർത്താവിനെ നമുക്ക് കാണിച്ചു തരിക. സി ദിസ് ഈസ് വാട്ട് ഐ ഹാവ് ഡൺ ഫോർ യു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു പവർ ദൈവം തരികയാണ്. എങ്ങനെ? ക്രിസ്തുവിനെ കാണിച്ച ശേഷം. കാരണം നമ്മൾ മരിച്ചവരായിരുന്നു, പക്ഷേ മരണത്തിൽ നമ്മളെ വിടുവിച്ചു. പക്ഷേ ക്രിസ്തുവിനെ കാണിച്ചു തരിക. പക്ഷേ യു ഹാവ് ടു ഡിസൈഡ് നൗ ആൻഡ് വി ഫ്രീലി സേ യെസ്. പക്ഷേ കർത്താവ് പറയാം, അത് നീ ചെയ്യുന്ന കാര്യമാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ. അത് ഇച്ഛിച്ചു, നമ്മൾ ഇച്ഛിച്ചു. കാരണം ക്രിസ്തുവിനെ കണ്ടപ്പോൾ നമ്മൾ ഇച്ഛിച്ചു, നമ്മൾ താല്പര്യപ്പെട്ടു. പക്ഷേ രണ്ടാമത് ഓപ്ഷൻ ഇല്ല. രണ്ടാമതെന്താ? ക്രൂശ് എടുത്ത് അനുഗമിച്ചേലേ പറ്റൂ, അല്ലെങ്കിൽ ആ നെക്സ്റ്റ് സ്റ്റെപ്പ് സംഭവിക്കുന്നില്ല. പാപശരീരത്തിന് നീക്കം വരണം. കാരണം അങ്ങനെ നീക്കം വന്നെങ്കിലേ നമ്മൾ പിന്നെയും ഇതിന് അടിമപ്പെടാതിരിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? ലൂക്കോസിൻ്റെ ഇൻ ലൂക്സ് ഗോസ്പൽ, ലൂക്ക് ദ ഇവാഞ്ചലിസ്റ്റ് ആഡ്സ് അനദർ വേർഡ്, ഡെയിലി. നാൾ തോറും എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലായിട്ട് ചെയ്യുന്ന കാര്യമല്ല. വീണ്ടും ജനിച്ച ദൈവ പൈതലിന് വിശുദ്ധീകരണമാണ് ദൈവം വെച്ചേക്കുന്ന പദ്ധതി. അത് സംഭവിക്കണോ? ക്രൂശെടുത്തേ പറ്റൂ. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അറ്റ് ടൈംസ് ഇറ്റ് ഈസ് ഷെയിംഫുൾ ടു. ഓക്കെ? ഇറ്റ് ഈസ് പെയിൻഫുൾ ആൻഡ് ഷെയിംഫുൾ ടു. ബട്ട് ഇറ്റ് ഈസ് എ ഡിസൈസീവ് സ്റ്റെപ്പ്. വളരെ നിർണായകരമാകുന്ന ഒരു സ്റ്റെപ്പാണ്. അതിൻ്റെ കാരണം എന്നാ? ഒരിക്കൽ ക്രൂശിലിട്ടാൽ ദർ ഈസ് നോ ഗോയിങ് ബാക്ക്. അവിടെ കിടക്കുക. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്നാ? നമ്മൾ എമർജൻസി സർവീസ് വിളിച്ചേച്ച് ഈ ഓക്സിജൻ എല്ലാം കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്ത് ഇതിനെ ഒന്ന് റിവൈവ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ചിലപ്പോൾ നമ്മളതിനെ പമ്പ് ചെയ്ത് നിർത്തും. കാരണം ഇത് ഹാൻഡ് ചെയ്യാം എപ്പോഴെങ്കിലും, ഇല്ലേ? നെഞ്ചത്ത്
നിർത്തുക, തീരാൻ പക്ഷേ വേണ്ട, തീർക്കണ്ട, എനിക്കത് പിന്നെ ഉപയോഗം വരും. നോ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ എന്തോ ചെയ്തെന്നാ പറഞ്ഞേ? രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ എൻഡ് പർപ്പസ് എന്താ? നമ്മൾ പാപത്തിന് അടിമപ്പെടരുതെന്നുള്ളതാ ദൈവത്തിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ഉദിക്കുമോ? കൃപ വരികേണ്ടതിന് പാപം ചെയ്യുന്നത് ഒരു നാൾ. നോക്കിയേ എത്ര ബ്യൂട്ടിഫുള്ളി അപ്പോൾ ഞാൻ ഈ പാരലൽ പാസേജ് എടുത്തത്. ഗലേഷ്യൻസും റോമൻസും ഒത്തിരി കണക്റ്റഡാണ്. നമുക്ക് ഫർദർ അതിനെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. സോ ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ രണ്ട് ക്രൂസിഫിക്ഷനും രണ്ടാ. റോമർ 6:6 ഗലാത്യർ 2:20 ഒരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, Romans 6:6 and Galatians 2:20 are the one and the same crucifixion, but Galatians 6:24 is the crucifixion of sanctification, whereas 6:6 of Romans and 2:20 of Galatians are the crucifixion of justification. ഓക്കെ, ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. ഒരിടത്ത് പറയുക നമ്മൾ എന്ത് ചെയ്യുക? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ പറയുന്നത് നമ്മൾ ക്രൂശിച്ചു, നമ്മളാ ചെയ്തത്. മറ്റേത് ദൈവം ചെയ്തു. ദൈവം ചെയ്തതിൻ്റെ ഉദ്ദേശം നമ്മൾ ഈ സ്റ്റെപ്പ് എടുക്കണം എന്ന് ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ടാണ് ദൈവം ചെയ്തത്. കാരണം നീതീകരിക്കപ്പെട്ടാൽ വിശുദ്ധീകരിക്കപ്പെട്ടേ പറ്റൂ. വിശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ അവസാനം വേറൊരു കാര്യം സംഭവിക്കും. എന്നാ സംഭവിക്കുന്നറിയാമോ? തേജസ്കരണം. തേജസ്കരണത്തിൻ്റെ പാതയിലാണോ പോകുന്നത്? വിശുദ്ധീകരണം സംഭവിച്ചേ പറ്റൂ. ഇനിയും അങ്ങോട്ടാണ് ഞാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നതെങ്കിലും വിശുദ്ധീകരണം സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നീതീകരിക്കപ്പെട്ട ആളല്ല. പിന്നെന്താ? വിതയ്ക്കുന്നവർ പുറപ്പെട്ടു, അവരെയൊന്ന് വിതച്ചു. ആ വിതച്ചവർ രാത്രി ഉറങ്ങാൻ പോയപ്പം വേറൊരാൾ വന്ന് അവിടെ കളയം വിതച്ചു. കുറച്ച് കഴിഞ്ഞ് ഫലം കാണാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതെന്താ? കളയാ. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ പോയി പറിച്ചു കളയട്ടെ. വേണ്ട, ദൈവം വെച്ചത് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ പറിക്കണ്ട, ദൈവം അനുവദിച്ചു. ഓക്കെ, ശത്രുവാ ചെയ്തത്, കാര്യം ശരിയാ, പക്ഷേ ലെറ്റ് ഇറ്റ് ബി ദർ. പക്ഷേ എന്തോ അത് ഒരു ദിവസം കൊണ്ടല്ല, ഫലമെടുക്കുന്ന ദിവസം വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തല്ല, അത് ശരിയായതല്ല. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടാണെന്നുള്ളത് നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം മറക്കരുത്, ഒരുവൻ എൻ്റെ പിന്നാലെ വരാനിച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ, ഡോണ്ട് ഫോർഗെറ്റ് ദിസ് തിങ്. ഇഫ് സംബഡി വാണ്ട്സ് ടു കം ആഫ്റ്റർ മീ, ഇഫ് സംബഡി വാണ്ട്സ് ടു ഫോളോ മീ, ലെറ്റ് ഹിം ടേക്ക് അപ്പ് ഹിസ് ക്രോസ്. So we do the taking up of the cross. So what is our portion, our share in sanctification? Our share in sanctification is taking up the cross daily. That is our share. But that happens only as we look to the cross, only as we see Jesus, only as we are energized by the power of the Holy Spirit. And that's why in Galatians chapter 5 verse 25 again says this: walk by the Spirit and be led by the Spirit. Led by the Spirit is passive, whereas walk by the Spirit is active. Okay, അത് രണ്ടും മറക്കരുത്. Led by the Spirit, He leads me and I follow. Passively I follow. Whereas when He leads me, I take the step
നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഈസ് ആക്റ്റീവ്. ഐ ആം വാക്കിംഗ് ബൈ ദ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ദൈവാത്മാവ് നടത്തുന്നവർ. ദൈവാത്മാവ് നടത്തുന്നു, പക്ഷേ ആത്മാവിനെ ഞാൻ എന്ത് ചെയ്യുന്നു? അനുസരിച്ച് നടക്കുന്നു. ഇതാ സാങ്ക്ടിഫിക്കേഷൻ. ഓക്കെ, അതാ നമ്മുടെ പാർട്ട്. സാങ്ക്ടിഫിക്കേഷനിൽ എൻ്റെയും നിങ്ങളുടെയും പാർട്ട് അതാ. ദൈവാത്മാവ് നടത്തുമ്പോൾ നമ്മൾ നടക്കുന്നു. ഓക്കെ, സോ അങ്ങനെ അതാണ് പോൾ പറയുന്നത് 7-ാം വാക്യത്തിൽ. അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. മോചനം പ്രാപിച്ചെന്ന്. ഡു വി എക്സ്പീരിയൻസ് ദാറ്റ്? That he is free indeed from sin. Do we experience that? Let's close our eyes and pray.